എന്താണ് പീറ്റർ ഹാക്സത്ത്, അതായത് അമേരിക്കൻ വാർ സെക്രട്ടറി, എന്താ പറയുന്നത്? പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന സിൻസിയർ ഫ്രണ്ടാണ്. ഇന്ന് വരെ ഇന്ത്യക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കുക, ഇന്ത്യയുടെ കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് റിട്ടയർ ആയതാണ് അനിൽ ചൗഹാൻ, ജനറൽ, 4-സ്റ്റാർ ജനറൽ. അസിം മുനീർ 3 പ്രാവശ്യം പോയ ശേഷം അദ്ദേഹം അമേരിക്കയുടെ ഡിഫൻസ് ഒഫീഷ്യൽസ്, അതായത് അവിടെ സെൻട്രൽ കമാൻഡ് ആണെങ്കിലും അമേരിക്കയുടെ ആർമി ചീഫ്, ഡിഫൻസിൻ്റെ ആർമി ചീഫ് ആണെങ്കിൽ ഇവരെയൊക്കെ കാണാൻ ശ്രമിച്ചു. അവർ ഇന്ത്യയുടെ കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് 4-സ്റ്റാർ ജനറലിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. അമേരിക്കൻ വാർ സെക്രട്ടറിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. ആ സന്ദർഭത്തിലാണ് അസിം മുനീറിന് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ ഈ പറയുന്ന പ്രസിഡന്റ് ട്രംപ് ലഞ്ച് കൊടുക്കുകയാണ്. അമേരിക്ക പ്രസിഡന്റ് ട്രംപിനൊന്നും അറിയത്തില്ല, ഇന്ത്യയുടെ ആർമി ചീഫിൻ്റെ പേരൊന്നും അറിയത്തില്ല, ഇന്ത്യയുടെ കമ്പൈൻ ഡിഫൻസ് അദ്ദേഹത്തിൻ്റെ പേരറിയത്തില്ല, ഇന്ത്യയുടെ എയർഫോഴ്സ് എയർ ചീഫ് മാർഷൽ. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് അമേരിക്കയിൽ പോയി ഈ പറയുന്ന സംഭവങ്ങളുടെ അപ്പോയിൻമെൻ്റൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയത്, പലരെയും കാണാൻ വേണ്ടി. അവരും, അതായത് ഒറ്റ അമേരിക്കൻ എയർഫോഴ്സിൻ്റെയോ അതേപോലെ മറൈൻസിൻ്റെയോ ആർമിയുടെയോ ഒരാൾ പോലും ഇന്ത്യയുടെ എയർ ചീഫ് മാർഷലിനെ കാണാൻ കൂട്ടാക്കുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡിപ്ലോമാറ്റിക് കൊളാപ്സ് ഉണ്ടായി. ഇതാണ് ഉണ്ടായത്. അമേരിക്ക ഇവർക്ക് കൊടുക്കാനുള്ള IMFൻ്റെ ലോൺ സാങ്ഷനാക്കുന്നു, വേൾഡ് ബാങ്കിൻ്റെ ലോൺ സാങ്ഷനാക്കുന്നു. അവർ അറബ് രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്നു പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യാൻ. ആലോചിച്ച് നോക്കുക, സൗദിയുമായിട്ടുണ്ടായ റിലേഷൻഷിപ്പ്, സൗദിയുമായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് പിക്ചർ മാറ്റി കൊടുത്തു. അവിടെ ആരുടെയാണ് കൊളാപ്സ്? മോദി ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് കൊളാപ്സ്. ഓപ്പറേഷൻ സിന്ധുവിന് മുമ്പ്, അതായത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ കണ്ടു കാണും. എന്തൊക്കെയാ പറയുന്നത്? വെസ്റ്റിനെ പറയുന്നു, അമേരിക്ക ഇന്ത്യയുടെ രീതി ഇന്ത്യ അതാണ്, കോടയാണ്. ഇപ്പം നിങ്ങൾ കേൾക്കാറുണ്ട് ഇയാൾ എന്തെങ്കിലും ഒരു കോപ്പ് പറയുന്നത്? പറയാൻ പറ്റത്തില്ല, കളഞ്ഞു ശരിക്കും. ഓപ്പറേഷൻ സിന്ധൂരിൽ എത്രയോ പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് 10, 16, 18 പ്രാവശ്യം ഇന്ത്യയുടെ എത്ര എയർക്രാഫ്റ്റ് പോയെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ സീനിയറായിട്ടുള്ള ഡിഫൻസ് ഒഫീഷ്യൽസ് ഇന്ന് വരെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, അതായത് ഗ്ലോബലായിട്ട് പറയാൻ ശ്രമിച്ചോ? അങ്ങനല്ല, ഇങ്ങനെയാണ് ഉണ്ടായത്, അതുപോലും പറയാൻ പേടിയാ നമുക്ക്.